ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് മൊമോസ് കഴിക്കാൻ കൊതിയായപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായിട്ട് പാത്രത്തിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെക്കാം. വീട്ടിൽ മൈദപ്പൊടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഗോതമ്പ് പൊടിയിലാട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ടെടുത്തു. അതായിട്ട് ആവശ്യത്തിനായുള്ള ഉപ്പും എണ്ണയും വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. വീട്ടിലെല്ലാവരും ഉച്ചയ്ക്ക് റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഞാനത് ചെയ്തത്. ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ അതൊന്നും ചെയ്യുമ്പോൾ. നന്നായി കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞെടുക്കാം. അതിനുശേഷം പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് പച്ചമുളക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉള്ളി ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ. വീഡിയോ എടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓരോരോ പാത്രങ്ങളും ഇതൊക്കെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഉള്ളി നന്നായി വഴറ്റിയ ശേഷം ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കാം. വീട്ടിൽ അത്ര വെജിറ്റബിൾസ് ഒന്നും ഉണ്ടാകാത്തത് കൊണ്ട് നമ്മൾ ക്യാരറ്റ് ഉള്ളിയും വെച്ചിട്ടാട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിനായ ഉപ്പും കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ഒഴിച്ചെടുക്കാം. ശേഷം സോയാ സോസ് ഉണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ. നല്ല പ്രത്യേക ടേസ്റ്റ് കിട്ടും. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങിൽ ഉപ്പിടാൻ മറക്കല്ലേ, ഞാനത് കാണിച്ചിട്ടില്ല. ശേഷം നന്നായി മിക്സ് ചെയ്ത ശേഷം മല്ലിയിലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. എൻ്റെ അനിയത്തി അപ്പോഴേക്ക് എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളാണ് ഈ മാവ് ബോളാക്കി തന്നത്. ബാക്കിയൊക്കെ വീഡിയോസൊക്കെ എടുത്തു തന്നത് അവളാട്ടോ. അത്ര റൗണ്ടൊന്നും ആവില്ലെങ്കിൽ ഞാൻ പറ്റണ പോലെയൊക്കെ പരത്തിയിട്ടുണ്ട്. നമുക്ക് ആ മിക്സ് വെച്ചിട്ട് ഫോൾഡ് ചെയ്യാം. എനിക്കങ്ങനെ ഫോൾഡ് ചെയ്യാൻ അറിയില്ല, ഞാൻ പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടോ ഫോൾഡ് ചെയ്യാൻ പഠിച്ചത്. അപ്പോൾ എല്ലാം നമ്മളങ്ങനെ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് വേവിക്കാൻ വെക്കാം. വേവിച്ച് കഴിഞ്ഞത് ആ പ്ലേറ്റിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അക്ഷയാണ് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അവൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.